നമുക്കിന്ന് സ്പൈസി ഗാർലിക് നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു നൂഡിൽസാണിത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നൂഡിൽസ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹക്ക നൂഡിൽസാണ്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിതിലേക്ക് 200 ഗ്രാം നൂഡിൽസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ടിത് നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഏതാണ്ട് ഒരു 90% വേവ് മാത്രം ആയാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഏതാണ്ടൊരു നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റാൻ വയ്ക്കാം. എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളവും കൂടെ ചേർത്ത് ഇതിനൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചൂടോടുകൂടെ വെച്ചാൽ ഇത് അധികം വെന്ത് പോവുകയും ചെയ്യും, ചിലപ്പോൾ അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ തണുത്ത വെള്ളം കൂടെ ചേർത്താൽ ആ വേവ് അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കും. തണുത്ത വെള്ളം ചേർത്ത് ഊറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയും കൂടെ ചേർത്ത് എണ്ണ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്തതെന്ന് വെച്ചാൽ സ്റ്റിക്കി നൂഡിൽസ് ഒന്നോടൊന്ന് മുട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എണ്ണ ചേർത്തത്. അപ്പോൾ ഏതാണ്ട് ഒരു നൂഡിൽസ് ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നൂഡിൽസ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയതാണ്, നീളത്തിൽ നുറുക്കിയത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് നുറുക്കിയത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റുക. സവാളയുടെ ഒരു കളർ മാറി ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് നീളാന് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചുവന്ന ക്യാപ്സിക്കം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞ ക്യാപ്സിക്കം അതും നമുക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പച്ച ക്യാപ്സിക്കമാണ്, അതും നമുക്ക് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കുക. നമുക്ക് ക്യാപ്സിക്കം റെഡും യെല്ലോയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതെനിക്ക് കിട്ടി, ഞാൻ വാങ്ങിച്ചു, അതുകൊണ്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്കിലും ചേർത്തിട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റുക. വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നല്ലപോലെ വഴറ്റണം. പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഒരു 50% മാത്രമേ വേവാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ 50% വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ വൈറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് വിനീഗറാണ്. വൈറ്റ് വിനീഗർ നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് നൂഡിൽസും കൂടെ ചേർത്തപ്പോൾ നമുക്ക് ഈ 2 തവി കൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ആദ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ അതുകൂടാതെ തന്നെ സോയാ സോസിനും ചില്ലി സോസിനും ശകല ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടാതെ തന്നെ സ്പ്രിംഗ് ഒനിയൻ ഗ്രീന് അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ടിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.